എല്ലാവർക്കും നമസ്കാരം. വൈദ്യർ കരിന്ത്ര മാന്ത്രിക വൈദ്യമഠം. ഇന്ന് പറയുന്നത് ഉപാസന എന്താണ്, സേവ എന്താണ്, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതെങ്ങനെയാണ് നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ്. ഇപ്പൊ വിഷ്ണുമായി ആയിക്കോട്ടെ, കരിങ്കുട്ടി ആയിക്കോട്ടെ, ഭദ്രകാളി ആയിക്കോട്ടെ, ഏത് ദേവന്മാരെയാണോ നമ്മൾ ഉപാസിക്കുന്നത്, ഏത് ദേവന്മാരെയാണോ സേവിക്കുന്നത്, ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. എനിക്ക് ഉപാസനയാണ് വേണ്ടത്, സേവയല്ല, സേവയാണ് വേണ്ടത്, ഉപാസനയല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട്. ഈ വിളിക്കുന്നതൊക്കെ പലരും ഈ പൂജാ ഫീൽഡിലും ജ്യോതിഷപരമായിട്ടൊക്കെ കൈകാര്യം ചെയ്യുന്നവരും ആയിരിക്കുന്നവരാണ് ഈ വിളിക്കുന്നത്. അപ്പൊ സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് കാര്യമായ അറിവുണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വൈദ്യം ജ്യോതിഷം മാന്ത്രികം വിരൽ തുമ്പിലുണ്ടായിരിക്കും. എന്താന്ന് വെച്ചാല് ഇപ്പോ ഉപാസന എന്ന് പറഞ്ഞാൽ സാധാരണ നിത്യ ജീവിതത്തിലോട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു ദേവന്റെ ജപം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഈ ഉപാസന എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഉപാസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇപ്പൊ ഒരു ദേവനെ, ഇപ്പൊ ശിവനെയാണോ അല്ലെങ്കിൽ വിഷ്ണുവിനെയാണോ ഭദ്രകാളിയാണോ അല്ലെങ്കിൽ കരിങ്കുട്ടിയാണോ അല്ലെങ്കിൽ വിഷ്ണു അല്ലെങ്കിൽ ഏത് ദേവനാണോ ആയിക്കോട്ടെ, ഇവരെ നമ്മൾ സേവിക്കുന്നു എന്ന് പറയുന്നത് ഇത് വാരി തിന്നില്ല. അതൊക്കെ ഒന്നാമത് കാര്യം. കാരണം എന്താണെന്ന് വെച്ചാല് ഈ ദേവനെ നമ്മളെ നിത്യജീവിതത്തിൽ ആ ചിട്ടയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ദേവന്റെ മന്ത്രത്തെ ജപിക്കുകയും അതിനെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ചിട്ടവട്ടത്തിന് പറയുന്ന പേരാണ് ഉപാസന എന്ന് പറയുന്നത്. ഈ ഉപാസന എന്ന് പറയുന്നതാണ്. കാരണം വെച്ചാൽ രാവിലെ ഒരു ഗൃഹസ്ഥനാണ്, ഇപ്പോൾ ഭദ്രകാളിയോ അല്ലെങ്കിൽ കരിങ്കുട്ടിയോ അല്ലെങ്കിൽ ദേവിയോ വിഷ്ണുമായോ അല്ലെങ്കിൽ ഏതോ ദേവനായിക്കോട്ടെ, ഈ ദേവനെ നമ്മൾ എന്താണ്, നമ്മുടെ ഇഷ്ടദേവനായിട്ടുള്ളൊരു ദേവൻ, ഈ ദേവനെ നമ്മൾ രാവിലെ ഉണർന്നു, കുളിയൊക്കെ കഴിഞ്ഞു, ഭസ്മം തൊട്ടു, രാവിലെ ഒക്കെ ഭസ്മം തൊട്ടതിന് ശേഷം ഇരുന്ന് ജപിക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ ഈ ഉപാസന എന്ന് പറയാം. അത് അല്ലെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ചെയ്യുന്ന കാര്യം. ഇതാണ് നമ്മളിപ്പോ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ, ഏതൊരു ഹിന്ദുവോ മുസ്ലിമോ അല്ലെങ്കിൽ ഏതൊരാളായാലും ഏതെങ്കിലും ഒരു ഇഷ്ടദേവനെ ജപിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ജീവിത പുരോഗതിക്കും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മാനസിക ശാരീരിക ദാമ്പത്യ സന്താന സുഖ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനും അതുപോലെ തന്നെ എല്ലാ മാനസിക ഉല്ലാസ ആനന്ദങ്ങൾ ഉണ്ടാവാനൊക്കെ ഒരു ഇഷ്ടദേവന്റെ സാന്നിധ്യം അല്ലെങ്കിൽ അനുഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം. അതിനാണ് ആ ഇഷ്ടദേവൻ ഏതോ ആയിക്കോട്ടെ, ശിവനായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവരെ നമ്മൾ 2 നേരോ അല്ലെങ്കിൽ 1 നേരോ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനും ജപിക്കുന്നതിനും പറയുന്നതാണ് ഉപാസന എന്ന് പറയുന്നത്. ഈ ഉപാസനയ്ക്ക് അതിന് പ്രത്യേകിച്ച് ഒരു ചിട്ടയില്ല, ഒന്നുമില്ല, ഇതാണുള്ളൂ. നമ്മൾ ദിവസത്തിൽ അങ്ങനെ രാവിലെ ഇപ്പോൾ ഓരോ ദേവന്മാർക്കും ഓരോ തരം ഉണ്ടായിരിക്കുമല്ലോ. സൂര്യോദയത്തിന് മുന്നേ അല്ലെങ്കിൽ നമ്മൾ രാവിലെ അത്താഴ ഭക്ഷണത്തിന് പലഹാരത്തോടു കൂടി ചായ കുടിക്കുന്നതിനേക്കാൾ മുമ്പ് ജപിക്കുക. പിന്നെ ഒക്കെ ഉണ്ട് വയറൊക്കെ വീർത്ത് വെറുതെ അങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിക്ക് വന്നാൽ ജപിക്കട്ടെ എന്നിരുന്ന് ജപിക്കുന്നതല്ല. നമ്മൾ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തുക, ആ സമയത്ത് ഇരുന്നിട്ട് ആ ദേവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ജപത്തിന് വേണ്ടി മാറ്റി വെക്കുക, അങ്ങനെ ചെയ്യുന്നതാണ്. അത് രാവിലെ ആവാം വൈകിട്ടാവാം. വൈകിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യേണ്ടത് രാത്രി അത്താഴ ഭക്ഷണത്തിന് മുൻപാണ് നമ്മൾ ജപിക്കേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഉപാസന എന്ന് പറയുന്നത്. സേവ എന്ന് പറഞ്ഞാൽ ഇതേ ദേവനെ തന്നെ വിഷ്ണുമായോ കരിങ്കുട്ടിയോ ദേവിയോ ഭദ്രകാളിയോ ഒക്കെ ആണെങ്കിൽ ഇവരെ ദേവന്മാരെ നമ്മൾ ഒന്നെങ്കിൽ ഒരു രാത്രി 1 മണിക്കും പുലർച്ചെ ഒരു 4 മണി അല്ലെങ്കിൽ 3 മണിയുടെയും ഉള്ളിലുള്ള യാമത്തിൽ, ആ സമയത്തിൽ നമ്മൾ ജലത്തിലോ അല്ലെങ്കിൽ ഇത്ര കഴുത്തിനൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്ര സന്നിധിയിൽ ഇല്ലെങ്കിൽ കൊടും കാട്ടിൽ അല്ലെങ്കിൽ ശ്മശാനത്തിൽ ഒക്കെ പോയി ഇരുന്ന് ജപിക്കുകയും ആ ജപവിധാനം എന്ന് പറയുന്നത് ശബരിമലയ്ക്കൊക്കെ നോലമ്പെടുക്കുന്നത് പോലെ നഖം, മുടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെട്ടാതെ ആ വ്രതം എടുക്കലും. ഇപ്പോൾ ദേവിയാണെങ്കിൽ നമ്മൾ തലോണൊന്നും വെക്കാതെ കിടക്കുക, അതിൽ ചുവന്ന പട്ട് വിരിച്ച് കിടക്കുക. അതുപോലെ കരിങ്കുട്ടിയും വിഷ്ണുമായ്ക്കൊക്കെ അങ്ങനെ തന്നെയാണ്. ചുവന്ന പട്ട് വിരിച്ച് കിടക്കുക, ചുവന്ന വസ്ത്രങ്ങൾ എടുക്കുക. അങ്ങനെ ആ ഒരു ദേവന്റെ പരിപൂർണ സാന്നിധ്യം അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടി ആ ചിട്ടവട്ടങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് ഇതേപോലെ ജപിച്ച് ഭഗവാനെ, ആ ദേവനെ പ്രത്യക്ഷ അനുഗ്രഹമാക്കി എടുക്കുന്ന ക്രിയയ്ക്കാണ് സേവ എന്ന് പറയും.
അതൊരു 41 ദിവസമൊക്കെ നമ്മൾ ജപിക്കുകയും തുടർന്ന് ഉള്ള കാലഘട്ടങ്ങളിൽ അതിൻ്റെ അനുഗ്രഹവും സാന്നിധ്യം നമ്മളിലേക്ക് എത്രമാത്രം ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിർത്തും. അതല്ലെങ്കിൽ തുടർന്ന് ഈ ദേവന്റെ അനുഗ്രഹം എത്ര കാലം ഉണ്ടാവുമെങ്കിൽ അതുവരെ ഇരുന്ന് ജപിച്ച് ആ സിദ്ധിപ്പെടുത്തി ആ സിദ്ധി അല്ലെങ്കിൽ പ്രത്യക്ഷ അനുഗ്രഹം ഉള്ള ദേവനെ പ്രത്യക്ഷപ്പെടുത്തി ആ അനുഗ്രഹമായിട്ടുള്ള ദേവനെ പൂജാകർമ്മങ്ങളും അതുപോലെ നിവേദ്യങ്ങളും വെച്ച് വിഗ്രഹാരാധനകളും മറ്റുള്ള ആ രീതിയിലേക്ക് മാറ്റി ആ എന്താ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ദേവന്റെ പരിപൂർണ ക്രിയകളും കാര്യങ്ങളും ചെയ്ത് പരിപാലിച്ച് കൊണ്ടുവരികയും വേണം. പിന്നീട് ആ ഒരു കാര്യമാണ് നമുക്ക് സേവിക്കുക എന്ന് പറയുന്നത്. ഈ സേവിക്കുക എന്ന് പറയുന്നത് സാധാരണ ഗൃഹസ്ഥന്മാർ ആരും ചെയ്യാറില്ല. കാരണം ഇത് മന്ത്രവാദം, ജ്യോതിഷം അങ്ങനെയുള്ള ഈ മൂർത്തികൈ ബലത്തോടുകൂടി ചെയ്യേണ്ടി വരുന്ന ക്രിയാവിധാനങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സേവിക്കുക എന്ന് പറയുന്ന രൂപത്തിൽ ചെയ്യാറുള്ളൂ. സാധാരണ ഗൃഹസ്ഥന്മാർക്ക് അതിൻ്റെ ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ തന്നെ അതിനനുസരിച്ച മാന്ത്രിക കർമ്മങ്ങളോ ക്രിയാവിധാനങ്ങൾക്കോ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ആ ദേവന്റെ പൂജയും കർമ്മങ്ങളും വേണ്ടും വിധം പഠിച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പഠിച്ച് സേവിച്ചു എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറെ മന്ത്രം ജപിച്ചു അനുഗ്രഹമായി ആ ദേവനെ വേണ്ട രീതിയിലുള്ള പരിപാലിക്കാനുള്ള അറിവില്ലാതെ വന്നാൽ ആ ദേവ അതിൻ്റെതായ ദോഷങ്ങളും ദുരിതങ്ങളൊക്കെ നമ്മളിലേക്ക് ഉണ്ടാവുകയും ചെയ്യും. ജീവിത പുരോഗതിക്ക് വേണ്ടിയിട്ടും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും ജന്മജന്മാന്തരപരമായിട്ടുള്ള ദോഷങ്ങൾ മാറി സർവ്വസൗഭാഗ്യവും എല്ലാറ്റിനും അതിനൊക്കെ ഉപരി നമ്മുടെ മാനസിക ഉല്ലാസം എന്ന് പറയുന്ന സന്തോഷം സമാധാനമൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു ദൈവിക പ്രാർത്ഥനയാണ് ഉപാസന. അതോ ഉപാസന ഏതൊരാളും പാലിക്കേണ്ടതാണ്. ആ പാലിക്കുന്നവർക്ക് മാത്രം തന്നെയാണ് ഈ ഐശ്വര്യങ്ങളൊക്കെ വന്നു ചേരുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഉപാസന എന്ന് പറയുന്നതും സേവ എന്ന് പറയുന്നതൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഏത് ദേവനെ സേവിക്കുകയാണെങ്കിലും ഏത് ദേവനെ ഉപാസിക്കുകയാണെങ്കിലും ഈ ദേവനോടുള്ള പരിപൂർണമായിട്ടുള്ള പ്രണയം അതാണ് വേണ്ടത്. പ്രണയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിഷ്ണുമായ എന്ന് പറയുന്ന ദേവനെയാണോ കരിങ്കുട്ടീനെയാണോ നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സേവിക്കുക ജപിക്കുകയൊക്കെ ഉപാസിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പരിപൂർണമായിട്ടുള്ള ദേവനോടുള്ള വിശ്വാസം അടിയുറച്ചതുണ്ടായിരിക്കണം. 4 ദിവസം ജപിച്ചു, ദേവന്റെ ഒരു കണ്ണ് തുറന്നില്ല, ഇത്രയൊക്കെ ചെയ്തിട്ടും ദേവൻ അതുപോലെ ഉള്ള കടങ്ങളും കാര്യങ്ങളൊന്നും വീടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പരിഭവങ്ങൾ ആയിരക്കണക്കിന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ദേവന്റെ പരിപൂർണ സാന്നിധ്യം അനുഗ്രഹം ഉണ്ടായതിന് ശേഷം ആണ് നമ്മൾ എന്തുണ്ടാവുക, നമുക്ക് ഭഗവാന്റെ പ്രസാദം ഉണ്ടാവുള്ളൂ, അനുഗ്രഹം ഉണ്ടാവുള്ളൂ. ഈ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാലാണ് നമുക്കിതൊക്കെ നമ്മുടെ കാര്യസാധ്യങ്ങളിലേക്ക് വേണ്ട ഐശ്വര്യം അഭിവൃദ്ധിയൊക്കെ വന്നു തുടങ്ങുള്ളൂ. ഇത് ഒരു മന്ത്രദീക്ഷ എടുത്തിട്ടോ മന്ത്രം ജപിക്കാൻ തുടങ്ങുന്ന അന്ന് മുതൽ തന്നെ ദേവൻ ഞാൻ ജപിച്ചല്ലോ എന്ന് വിചാരിച്ച് കെട്ടിമറിഞ്ഞ് മേലിക്കൊന്നും വീഴില്ല. ഇതൊക്കെ നമ്മൾ മന്ത്രസിദ്ധി നമ്മളിലേക്ക് ആവുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ദൈവിക അനുഗ്രഹത്താൽ വേണ്ടതായ കഴിവുകളും ഒക്കെ ഉണർന്ന് നമ്മളെ ഐശ്വര്യം അഭിവൃദ്ധിയും വന്ന് നമുക്കതിന് വേണ്ട ഗുണാനുഭവങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ പ്രാർത്ഥിക്കാനോ ജപിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കപ്പോൾ ആകണ്ട് കെട്ടിമറിഞ്ഞ് വീഴും എന്ന് വിചാരിച്ചിട്ട് ആരും ഇതിനു വേണ്ടി മെനക്കെടണ്ട. കാരണം ഇതൊക്കെ ഐശ്വര്യമായി വരുന്നതൊക്കെ താനേ വന്നു ചേരുന്നതാണ്. ആദ്യം വേണ്ടത് വിശ്വാസമാണ്, അത് കഴിഞ്ഞാൽ ഭക്തിയാണ്, അത് കഴിഞ്ഞാൽ ഭക്തി വൃത്തി ശുദ്ധി, പിന്നെ പ്രണയമാണ് വേണ്ടത്. ദേവനെ മനസ്സിൻ്റെ ഭഗവാനെ 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 എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള നമ്മുടെ ഉള്ളിലുള്ള ദേവനോടുള്ള അനുകമ്പ ഇതാണ് നമ്മളെ എല്ലാ തരത്തിലുള്ള പുരോഗതിയിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ഒരു ദേവനെ തന്നെ 100 ആൾ ജപിച്ചാലും പ്രാർത്ഥിച്ചാലും അത് വ്യത്യസ്ത ഗുണങ്ങളും വ്യത്യസ്ത അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് നമ്മൾ ജപിക്കാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇത്ര ദിവസം കൊണ്ട് അതിൻ്റെ കിട്ടും എന്ന് കരുതിയിട്ടൊന്നും ആരും ഇതിൽ ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ മോഹിച്ച് ജപിക്കാനിരിക്കും തോറും നമ്മളുടെ ആ വ്യക്തിയുടെ ആഗ്രഹ സഫലത്തിന് വേണ്ടി ഉള്ള കാലയളവ് നീണ്ടു പോവുക എന്നല്ലാതെ അത് അടുത്തേക്ക് വരില്ല.
നമ്മൾ ഒരു നേട്ടത്തിന് വേണ്ടി മാത്രം ജപിക്കുമ്പോൾ ആ നേട്ടം നമ്മളിലേക്ക് എത്തിപ്പെടാൻ അത് നമ്മളെ ഒരു പരീക്ഷണ ഘട്ടം കൂടി കഴിയേണ്ടി വരും. അപ്പോൾ ആ പരീക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ ജീവിതത്തിൽ എന്നേക്കുമായിട്ടുള്ള ആ ഒരു നഷ്ടങ്ങളും വന്നേക്കാം. അപ്പം അതുകൊണ്ട് ഒരു ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മളൊരു ഭക്തിയും സ്നേഹവും ഒക്കെ കൂടി ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും കുടുംബജീവിതം സന്തുഷ്ടമാവും എന്നുള്ളത് മാത്രമല്ല, സർവ്വ ഐശ്വര്യം, അഭിവൃദ്ധിയും പുരോഗതിയും അതുപോലെ തന്നെ മാനസിക ശാരീരികപരമായിട്ടുള്ള എല്ലാ സുഖ സൗഭാഗ്യങ്ങളും വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഏതോ ഒരു വ്യക്തികളും ഇഷ്ടപ്പെട്ട ഒരു ദേവനെ ജപിക്കാനോ പ്രാർത്ഥിക്കാനോ വേണ്ടി ഒരു 10 15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ദിവസം മാറ്റി വയ്ക്കുന്ന ആ സമയം നിങ്ങളുടെ ജീവിതത്തെ അങ്ങേയറ്റം ഉയർത്താനും അതുപോലെ തന്നെ സർവ്വ സൗഭാഗ്യങ്ങളോടുകൂടി ജീവിക്കാനും അതുപോലെ തന്നെ എന്തൊക്കെ നമ്മുടെ ഭൂമിയിൽ നമുക്ക് വന്നു ചേരാനുണ്ടോ അതൊക്കെ വരാനും വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗവും കൂടിയാണ് ഈ ദൈവിക പ്രാർത്ഥന എന്നുള്ളത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ദൈവിക പ്രാർത്ഥനയിലൂടെ വന്നു ചേരുള്ളൂ എന്നുള്ളതിൽ യാതൊരു വക സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു സൗഭാഗ്യം എല്ലാവരിലേക്കും അനുഭവിക്കാൻ യോഗമുണ്ടാവട്ടെ, ഭാഗ്യമുണ്ടാവട്ടെ. ഈ പ്രാർത്ഥനയും ജപവും അല്ലെങ്കിൽ ദൈവിക ഉപാസനയൊക്കെ ഓരോ വ്യക്തികളും ഓരോ ഗൃഹത്തിലും ഓരോരുത്തരിലും പരസ്പരം പകർന്നു കൊടുത്തിട്ടും ഈശ്വരാനുഗ്രഹം ഉണ്ടാവുന്ന തരത്തിലുള്ള ജീവിതവും ഉണ്ടായി ആ സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും ഞാൻ.